ഹായ് എവ്രിവൺ, വെൽക്കം ടു മീനൂസ് മെനു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ബനാന ചിപ്സാണ്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ്, അതും ബനാന സ്ലൈസറൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബനാന ചിപ്സ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ പച്ചക്കായ അല്ലെങ്കിൽ പച്ച ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ ഉപ്പ് ഈ ഗ്ലാസ്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഏകദേശം 1/4 ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതായത് നമ്മൾ ചേർത്ത ഉപ്പ് മുഴുവനായിട്ട് അതിൽ അലിഞ്ഞ് ചേരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഉപ്പുവെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 2 പച്ച ഏത്തക്കായും തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതിൽ 1 ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് ചനച്ചതാണ്. അതായത് ചെറിയൊരു മഞ്ഞ കളറുണ്ട്. പക്ഷേ അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പം ചെറിയ ഒരു ഫൈനലി വരുന്ന ചിപ്സിന് ഒരു മഞ്ഞ കളറല്ലാതെ ചെറിയൊരു ബ്രൗൺ കളർ പോലെയൊക്കെ കാണും. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റും കുറച്ചുകൂടി ഒരു മധുരമൊക്കെ കൂടി കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നതും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ 2 പച്ചത്തേക്കായും തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിപ്സിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് കനം കുറച്ച് വട്ടത്തിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന എല്ലാ സ്ലൈസിനും ഒരേ കനം, അതായത് ഒരേ കനത്തിലെല്ലാം കട്ട് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യുമ്പം കനം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന് കുക്കിംഗ് ടൈമൊക്കെ കൂടുതൽ വേണ്ടി വരും. ഒരേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ ഒരേ ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പിന്നെ ചിപ്സ് ആയതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി കനത്തിൻ്റെ ആവശ്യമില്ല. തീരെ ഒരു കനം കുറച്ച്, അതായത് ഞാനിപ്പം ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു കനത്തിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു തിക്നെസ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ എടുത്ത 2 ഏത്തക്കായും ഫുള്ളായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഈ ഒരു തിക്നെസ്സാണ് അതിൻ്റെ കറക്റ്റ് ഒരു കനം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കനത്തിലാണ് നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി സ്ലൈസ് ചെയ്ത് എടുക്കേണ്ടത്. ഇതിലും കനം ഒട്ടും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത ബനാനയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ ഉരുളി ഉണ്ടെങ്കിലോ ആ ഉരുളി എന്ത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം കൈ ഒന്നിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവി തട്ടുമ്പം പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എണ്ണയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന പാത്രം അനുസരിച്ച് നിങ്ങൾക്ക് എണ്ണയുടെ ആ ഒരു ക്വാണ്ടിറ്റി ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഏത് പാത്രമാണോ ആ ഒരു പാത്രത്തിൻ്റെ ഒരു 1/4 മുതൽ ഒരു 1/2 ഭാഗം വരെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും. ഒത്തിരി ഒന്നും എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിപ്സിന് ആ ഒരു ചെറിയൊരു മഞ്ഞ കളറ് ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തവി കൊണ്ട് എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡാകാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ആ ചൂടായിട്ടുള്ള എണ്ണയ്ക്ക് ചൂട് ആകണമെന്നുള്ളത് മസ്റ്റാണ്.
ആ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന സ്ലൈസസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ബനാന ചിപ്സ് വറക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അത് ഒന്നാമത്തെ കാര്യം. ചൂടായ എണ്ണയിലോട്ടാണ് നമ്മൾ ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ചിപ്സ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. കാരണം എണ്ണയ്ക്കപ്പം നല്ല ചൂടുണ്ട്. അതുപോലെ ഇട്ട ഉടനെ നമ്മൾ തവി കൊണ്ടൊന്നും ഇളക്കി കൊടുക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇട്ട ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ചിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇട്ട ഉടനെ അത് ഇളക്കി കൊടുക്കാതിരിക്കുക. നമ്മൾ അങ്ങനെ തന്നെ ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു 1-2 മിനിറ്റ് അത് എണ്ണയിൽ അങ്ങനെ തന്നെ ഇടുക. അതിന് ശേഷം മാത്രം അത് ജസ്റ്റ് ആ തവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറിച്ചിടുക. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എണ്ണയുടെ ചൂട് കുറയുന്നതിനനുസരിച്ച് ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയുടെ ചൂട് കുറയുമ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. കൂടിയെന്ന് തോന്നുമ്പോൾ കുറച്ച് കൊടുക്കുക. അത് യൂഷ്വലി നമ്മൾ എന്ത് സാധനം ഫ്രൈ ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ആദ്യം നല്ല ചൂടുള്ളപ്പോഴാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളത് ലോ ടു മീഡിയം ഇട്ടിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ എണ്ണയുടെ ചൂട് കുറഞ്ഞു എന്ന് തോന്നുമ്പം ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കൂട്ടിയും കുറച്ചും ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ബനാന ചിപ്സും വറക്കാൻ. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ചിപ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിവിടെ ബനാന സ്ലൈസർ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കത്തി കൊണ്ട് ഇത് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇത് എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി പൊക്കി ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് താത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് എണ്ണയൊന്നും തെറിക്കത്തില്ല. താത്തി ഇത്, അതായത് ഞാനിവിടെ ഒരു 3 സെറ്റായിട്ടാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പം ഒരു ബാച്ചിൽ കൊള്ളുന്ന അത്രയും മാത്രം ബനാന ചിപ്സ് നമ്മളിവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആദ്യത്തെ ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ബനാന ചിപ്സ് ഇപ്പം എണ്ണയിലോട്ട് ഇട്ടിട്ട് ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ഒരു തവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാനും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. ഒത്തിരി ഓവറായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം വീണ്ടും നമ്മൾ എണ്ണയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കുക. അത് കൂട്ടിയും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ബനാന ചിപ്സ് എല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. അത് നമ്മൾക്കത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ആ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉപ്പ് പാനി അല്ലെങ്കിൽ ഉപ്പ് വെള്ളം തളിച്ച് കൊടുക്കാം. അതായത് തളിച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, എല്ലായിടത്തോട്ടും അത് നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. വൺസ് അത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് എല്ലായിടത്തോട്ടും ഒരുപോലെ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയെല്ലാം അത് സഹായിക്കും. അതുപോലെ ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം അധിക നേരമൊന്നും ഇത് എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഈ ചിപ്സ് എല്ലാം എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ബനാന ചിപ്സ് നമ്മളിവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ച് എണ്ണയിലോട്ട് ഇടാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണയിലോട്ട് ഇടുമ്പം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മൾ ആ വറുത്തെടുത്ത ആ സെയിം പ്രോസസ്സിൽ നമുക്ക് ബാക്കിയുള്ള ചിപ്സ് എല്ലാം നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 പച്ച ഏത്തക്കായാണ് എടുത്തത്. ആ 2 പച്ച ഏത്തക്കായിൽ നിന്ന് ഏകദേശം 150 ഗ്രാമോളം ബനാന ചിപ്സ്, വറുത്ത ബനാന ചിപ്സാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിച്ചത്. അപ്പം ഇപ്രാവശ്യം ഓണത്തിന് ഇനി നിങ്ങൾ ആരും പുറത്തു പോയി ഉപ്പേരി വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബനാന ചിപ്സ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതും ബനാന സ്ലൈസർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഐ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. പ്ലീസ് ടു ലൈക്ക്, share and subscribe to my channel to see more delicious recipes from Meenu's Menu.